കാസർഗോഡ് ജില്ലയിലെ കുമ്പള ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന സമരങ്ങൾ ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സ്ഥലം MLA ആയ AKM അഷ്റഫ് നടത്തുന്ന സമരമാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്താണ് മുമ്പോട്ടുള്ള വഴി എന്നുള്ളത് ഇതുവരെയും ആക്ഷൻ കമ്മിറ്റിയോ MLAയോ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ സമരത്തിന് പിന്തുണയേക്കിക്കൊണ്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തുകയും അതിനിടയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നോട്ടീസ് നൽകുകയും ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടതും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സമരപ്പന്തൽ പൊളിച്ചു മാറ്റേണ്ടതും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അത്തരം നടപടികൾ പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് താൽക്കാലികമായ സമര പരിപാടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അവിടെ നിലവിൽ ആ പ്രശ്നം അപ്പാടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം 25 കിലോമീറ്ററിനുള്ളിൽ ഇടത്ത് ടോൾ നൽകേണ്ട ഒരു ഗതികേട് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. ഇത് വളരെ നിർണായകമായ ഒരു പ്രശ്നമാണ്. വളരെ വലിയ തുകയാണ് ഈ ഇനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെലവാക്കേണ്ടി വരുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളത് 60 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ രണ്ട് ടോൾ പാതകൾക്ക് തമ്മിലുള്ള ദൂരവ്യത്യാസം എന്നുള്ളത് 60 കിലോമീറ്ററോളം പറയുന്നുണ്ട്. എങ്കിലും അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കുമ്പള ടോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ ടോൾ ബൂത്ത് ഉണ്ടാക്കുകയും അവിടെ പണപ്പിരിവ് ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ സമരങ്ങൾ ഉണ്ടായത്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റിയിൽ MLA അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴും ഇത്തരം ഒരു സമരത്തിന്റെ രീതി അവിടെ അവലംബിച്ചിരുന്നില്ല. അവസാന നിമിഷം ഈ ടോൾ പിരിവ് തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ MLAയും അതുമായി ബന്ധപ്പെട്ട ആളുകളും സമരം തുടങ്ങുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡിന്റെ നിയുക്ത MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വന്ന് അവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം വളരെ വലിയ വൈറലായിരുന്നു. കാരണം എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ടോൾ പ്ലാസ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ജനങ്ങളെ പിഴിയാൻ കഴിയുകയുള്ളൂ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. പക്ഷേ ഈ സമരം നടക്കുമ്പോഴോ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴോ കാസർഗോഡ് ജില്ലയിലെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ സ്ഥലത്തെ കാണാനില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും അയാൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സമരം സ്ഥലം സന്ദർശിക്കാനോ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ അവകാശത്തിന് മേൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പിഴിയുന്ന ഇത്തരം ഒരു നടപടികൾക്കെതിരെ, ഇത്തരം ഒരു നയങ്ങൾക്കെതിരെ അവിടുത്തെ ജനതയുടെ ജനപ്രതിനിധിയായ സ്ഥലം MP പരിസരത്തെ കണ്ടിട്ടില്ല എന്നുള്ള വളരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി അവഗണിക്കപ്പെടുന്ന ഒരു ജില്ല എന്ന് എല്ലാ സമയത്തും പേര് കേട്ടിട്ടുള്ള ജില്ലയാണ്. അത്തരം ഒരു സ്ഥലത്ത് ജനപ്രതിനിധികൾ ആരാണോ ഉണ്ടാവുന്നത് അവരൊക്കെ അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ടതാണ് ഓരോ വിഷയത്തിലും. പക്ഷേ ഇവിടെ MP അവിടെ സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം ഒരു നിർണായക വിഷയത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്കോ നേതൃത്വം നൽകാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. ഇതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വമുള്ളത് സ്ഥലം MP തന്നെയാണ്. ഇന്ത്യ രാജ്യത്തിലെ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJP MP-മാരുള്ള ഒരു സ്ഥലത്തും ഇല്ലാത്ത പ്രശ്നമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ഉള്ളത്. കാസർഗോഡ് സ്ഥലം MP ആയി മത്സര രംഗത്തേക്ക് വരുമ്പോൾ, MP സ്ഥാനത്തേക്ക് മത്സര രംഗത്തേക്ക് വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോ പ്രസ്ഥാനങ്ങളോ അവരൊക്കെ പറയുന്നത് ഇവിടെ BJP വന്നാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ BJP-യെ കേന്ദ്രത്തിൽ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്. അത്തരം അവകാശവാദങ്ങളാണ് ഇവർ എല്ലാ കാലത്തും ഉന്നയിക്കാറ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. BJP ഈ സമരത്തിലേ ഇല്ല. BJP-ക്ക് ടോൾ പ്ലാസ എവിടെ തുടങ്ങുന്നു, എത്ര തുടങ്ങുന്നു അവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം ജനങ്ങൾ ഏതെങ്കിലും ജീവൽ സ്പർശങ്ങൾ അവിടെ പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് ഇത്തരം സമരങ്ങൾ നടത്തിയ ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ മറ്റുള്ള കാര്യങ്ങളാണ്, അവർ വർഗീയതയാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണ് പറയാൻ. പക്ഷേ അവരെ എതിർക്കാൻ എന്ന പേരിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP കാസർഗോഡിൽ നിന്നും ജനങ്ങളോട് വോട്ട് തേടിയിട്ടുള്ളത്. ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് ഇത്തരം ഒരു പ്രശ്നം അനുഭവിക്കുകയാണ്. അവരോട് ഇരട്ടത്താപ്പിന്റെ ഒരു സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിൽ പ്രതികരിക്കേണ്ട, അതിൽ മുമ്പിട്ട ശബ്ദമായി ജനങ്ങളുടെ ശബ്ദമായിരിക്കേണ്ട കാസർഗോഡ് ജില്ലയിലെ MP നിശബ്ദനായി നോക്കി നിൽക്കുകയും അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് തീർച്ചയായും അവകാശമുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഒരിടത്തും BJP MP-മാരുള്ള ഒരിടത്തു പോലും ഇത്തരം ഒരു ടോൾ കൊടുക്കേണ്ട അവസ്ഥയില്ല.
അതല്ലാത്ത കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി പാർലമെന്റിൽ എത്തിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ മണ്ഡലത്തിലാണ് ഇത്തരം ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കം സമാധാനം പറയേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കേരള സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ കയ്യിലാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, മറ്റതാണ്, ഈ വിഷയം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഒഴിയുന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. കേരളത്തിലെ ഒരു ജനതയുടെ പ്രശ്നമാണിത്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ അനധികൃതമായി പിഴിയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേരള സർക്കാരും എന്തു ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത ഇവിടത്തെ ജനപ്രതിനിധികൾക്കും അതുകൊണ്ട് പോലെ തന്നെ സർക്കാരിനുമുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡിന്റെ MP ആയ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പൂർണ്ണമായിട്ടും ജനങ്ങളെ നിരാശരാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.